ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 179. നമ്മൾ മണ്ഡലം 1 അധ്യായം 8 അനുവാകം 17 119 സൂക്തമാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ അശ്വനി കുമാരന്മാർ, അശ്വനി ദ്വയത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. അശ്വനി ദ്വയം എന്ന് പറയുന്നത് ബലമാണ്, ഫോഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബലം ഗ്രഹങ്ങൾ നമ്മളിൽ ചെലുത്തുന്ന ബലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ബലങ്ങൾ രണ്ടായിട്ടാണ് സയൻസ് കൈകാര്യം ചെയ്യുക, ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ആൻഡ് വെർട്ടിക്കൽ കോമ്പോണന്റ്. അതുകൊണ്ടാണ് അശ്വനി കുമാരന്മാർ രണ്ടാണെന്ന് പറയാൻ കാരണം. ഒരു ബലത്തെ രണ്ടായിട്ട് എടുത്തുകൊണ്ടാണ് ഫിസിക്സിലും എഞ്ചിനീയറിങ്ങിലും എല്ലാം കൈകാര്യം ചെയ്യുക. അപ്പം നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണെന്ന് പറയുന്നത് എന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 119-1. ഋഷി കക്ഷിവാൻ, ദേവത അശ്വിനികൾ, ഛന്ദസ് ജഗതി. ആവാം രഥം പുരുമായം മനോജുവം ജിരാ അശ്വം യജ്ഞിയം ജീവസേഹുവേ സഹസ്രകേതും വനിനം ശതത്വസും സൃഷ്ടിവാനം പരിവോധാമഭിപ്രയാ. ജീവധാരണത്തിന് വേണ്ടി അശ്വിനികളുടെ ബുദ്ധിയുള്ളതും വേഗമേറിയതും ഉത്തമങ്ങളും ആയ അശ്വങ്ങളാൽ പൂജിതവും ധ്വജായുക്തവും സമ്പത്തുകളാൽ നിറഞ്ഞിരിക്കുന്നതുമായ രഥം ഹവിസ്സുകളുടെ നേരെ ഞാൻ ആകർഷിക്കുന്നു. അശ്വിനികളോട് പറയുകയാണ്, ജീവധാരണത്തിന് വേണ്ടി, അതായത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ അശ്വിനി കുമാരന്മാരുടെ ബുദ്ധിയോടുകൂടിയതും വേഗത്തിലുള്ളതുമായ ഉത്തമങ്ങളുമായ അശ്വങ്ങളാൽ, അശ്വം എന്ന് പറഞ്ഞാൽ കുതിരശക്തി അല്ലെങ്കിൽ ബലം, ബുദ്ധിയുള്ളതും വേഗമേറിയുമായ, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലങ്ങൾ ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളത്. ബലങ്ങൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രയോഗിക്കുക. ഒരു പഴം നേർക്ക് മുറിക്കണ്ടിക്ക് കുത്തനെ പ്രയോഗിക്കും, ചെരിച്ച് മുറിക്കണ്ടിക്ക് ചെരിച്ച് പ്രയോഗിക്കും. അപ്പം അത്തരത്തിലാണ് ബുദ്ധിയുള്ളതാണ്, വേഗത്തിലാണ് പ്രയോഗിക്കുക, ഉത്തമങ്ങളാണ്, നമ്മൾ ബലം പ്രയോഗിക്കുന്ന ഉത്തമങ്ങളാണ്. അങ്ങനെയുള്ള അശ്വങ്ങളാൽ പൂജിതമായ രഥത്തെ, അതായത് ബലങ്ങളെ, നിങ്ങളുടെ രഥം സമ്പത്താൽ നിറഞ്ഞതാണ്. എങ്ങനെയാണ് അത് സമ്പത്ത് നൽകുക? രഥത്തിൽ വന്നിട്ട് നമുക്ക് സമ്പത്ത് നൽകുക? നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യാനും ബിസിനസ് ചെയ്യാനും എല്ലാമാണ്. നമ്മൾ കർമ്മം ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ട് പണം നേടാൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് സമ്പത്തോടു കൂടി വരുന്ന രഥം ഞങ്ങൾ ഹവിസ് അർപ്പിക്കുമ്പോൾ അതിൻ്റെ നേരെ വരട്ടെ. അതായത് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ബലത്തോട് പറയുകയാണ്, നീ വരിക. അപ്പം എന്ത് യജ്ഞം ചെയ്യേണ്ടിക്കും ബലം പ്രയോഗിക്കണ്ടേ? ഇപ്പം നമ്മൾ സംസാരിക്കേണ്ടിക്ക് ബലം പ്രയോഗിക്കണ്ടേ? എങ്ങനെയാണ്? അതിൻ്റെ അകത്തുള്ള മസിലുകൾ ബലം പ്രയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചലിക്കുന്നതും നാവ് ചലിക്കുന്നതും എല്ലാം. അപ്പം ഹവിസ്സുകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു യജ്ഞം ചെയ്യാൻ വേണ്ടി ഒരു വസ്തു എടുത്തിട്ട് ഒരു ഇരുമ്പിനെ അടിച്ച് കൊടുവാളാക്കണം. അപ്പോൾ ആ ഇരുമ്പ് ഹവിസ്സാണ്, അഗ്നിയിൽ അർപ്പിക്കും, എന്നിട്ട് അടിക്കും, ബലം പ്രയോഗിക്കും. അപ്പം നിങ്ങളവിടെ എത്തുക എന്ന് പറയുകയാണ്. ഇതിന് നമുക്ക് ധനം നേടിത്തരാൻ വേണ്ടിയിട്ട്. ബുദ്ധിയുള്ള നിങ്ങൾ, ബുദ്ധി എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുക. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 119-2. ഊർധ്വാധീതി പ്രത്യസ്യ പ്രയാമന്യഥായി സസ്മൻ സമയന്ത ആദിശ സ്വദാമി ഘർമ്മം പ്രതി യന്തുദയ ആ വാം ഊർജാനി
രഥം അശ്വിനാരുഹത്. അശ്വിനികളുടെ രഥം കടന്നു പോകുമ്പോൾ ഞങ്ങൾ മുകളിലേക്ക് നോക്കുന്നു. എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്തുതികൾ ഉയരുന്നു. ഞാൻ യജ്ഞഹവിസുകളെ സ്വാദുപൂർണമാക്കുന്നു. ഋതുജന്മാർ ആ ഭാഗത്തേക്ക് പോയിരിക്കുന്നു. അശ്വിനികളുടെ രഥത്തിൽ സൂര്യപുത്രി കയറിയിരിക്കുന്നു. അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്, നിങ്ങൾ രഥം കടന്നു പോകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നോക്കുന്നു. അതായത് രഥം പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ നോക്കുക. നമ്മൾ അടിക്കുമ്പോൾ എങ്ങനെയാ നോക്കുക? അടിക്കുമ്പോൾ ചുറ്റികയെന്ന്, എന്നിട്ട് ആ വസ്തുവിലേക്ക് എത്തുന്നവരെ നമ്മൾ നോക്കും എവിടെയാ അടിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ രഥം കടന്നു പോകുന്ന വഴിയിലൂടെ നമ്മൾ നോക്കുകയാണ്. എങ്ങനെ? സ്തുതികൾ ഉയർത്തുകൊണ്ട് നമ്മൾ സ്തുതികളും ചെയ്യും. സ്തുതികൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടിക്കുക. വെറുതെ അടിച്ചാൽ പോരാല്ലോ. ഒരു കല്ല് പൊട്ടിക്കണമെന്ന് വെച്ചാൽ അടിച്ചാൽ മതിയോ? എവിടെയെങ്കിലും അടിച്ചാൽ മതിയോ? പോരാ. ആ പൊട്ടേണ്ട സ്ഥലത്ത് തന്നെ അടിക്കണം. നോക്കിയിട്ട് അടിക്കുമെന്ന് പറയില്ല നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്തുതി. അതാണ് സ്തുതി. എവിടെ അടിച്ചാൽ പൊട്ടും അവിടെ തന്നെ അടിക്കണം. ഒരു തടി കീറുമ്പോൾ ഈ മരത്തിൻ്റെ എല്ലാം ജംഗ്ഷൻ അവിടെ പൊട്ടിക്കുമ്പോൾ മുട്ടി എന്നെല്ലാം പറയും. ആ സ്ഥലത്ത് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചടിച്ചില്ലേ പൊട്ടൂല്ല. തോന്നുന്ന മാതിരി അടിച്ചു കഴിഞ്ഞാൽ അത് സയൻസിലൂടെ ചിന്തിച്ചിട്ട് അടിക്കണം. അപ്പം സ്തുതികൾ ഉയരുന്നു. അപ്പം നിങ്ങൾ യജ്ഞ ഹവിസുകളെ എന്താക്കുന്നു? സ്വാദിഷ്ടമുള്ളതാക്കി തീർക്കുന്നു. അപ്പം അത് യജ്ഞം ചെയ്തിട്ട് നമുക്ക് സ്വാദിഷ്ടമായ സാധനങ്ങളാക്കി തീരും. ഉദാഹരണമായിട്ട് അരിയെ നമ്മൾ ബലം പ്രയോഗിച്ചിട്ടാണ് പദമുള്ളതാക്കി തീർക്കുന്നത്. എങ്ങനെയാണ് ബലം പ്രയോഗിക്കുന്നത്? അവിടെ അഗ്നി ഉപയോഗിക്കുക. അപ്പോൾ അഗ്നി അതിൻ്റെ അകത്ത് പോയിട്ട് ആറ്റങ്ങളെയെല്ലാം തന്മാത്രകളെ വേർപെടുത്തും, പൊട്ടിക്കും. എന്നിട്ടാണത് അപ്പോൾ അത് സ്വാദിഷ്ടപൂർണമാക്കി തീർന്നു. ഋതുജന്മാർ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നു. അപ്പോൾ എവിടെയാണ് യജ്ഞം നടക്കുന്നത് അവിടത്തേക്ക് ആ ശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ളവര്, യജ്ഞം ചെയ്യാൻ അറിയുന്നവര് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അശ്വനികളോട് പറയാണ്, നിങ്ങളുടെ രഥത്തിൽ സൂര്യപുത്രി കടന്നിരിക്കുന്നു. ഇത് ആകാശത്തിലെ ഗ്രഹങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട അശ്വനികളാണ്. അത് സൂര്യന്റെ ബലമാണ്. സൂര്യനെ വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ സൂര്യന്റെ മുമ്പിൽ ആരുണ്ട്? അതിൻ്റെ പ്രഭയുണ്ട്. അതിനാണ് സൂര്യപുത്രി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സൂര്യപുത്രിനെയും നിങ്ങളുടെ രഥത്തിൽ ആര് കയറിയിരിക്കും? സൂര്യപുത്രി ഉഷസ് കയറിയിരിക്കും. ഇനി മൂന്നാമത്തെ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 119 3. സംയന്മിത പസ്പൃധാനാസോ അഗ്മദശുഭേ മഖാ അമിത ജായവോരണേ യുവോരഹ പ്രവണേ ചെയ്ഹിതേ രഥോ യദശ്വിനാവഹത സൂര്യമാവരം. പരസ്പരം സ്പർത്താലുക്കളും എന്നാൽ പ്രസന്ന ചിത്തരുമായ വീരന്മാർ യുദ്ധത്തിൽ നിന്നുള്ള യശപ്രാപ്തിക്ക് വേണ്ടി ഒന്നിച്ചുകൂടിയിരിക്കുന്നു. അപ്പോൾ അശ്വിനികളുടെ രഥം താഴേക്ക് ഇറങ്ങി വരുന്നു. അതിൽ കൂടി സ്തോത്രവീരന്മാർക്ക് വേണ്ടി വരണീയമായ ധനം നിങ്ങൾ കൊണ്ടുവരുന്നു. ഇവിടെ പറയുന്നത് അശ്വിനി കുമാരന്മാര് പരസ്പരം ഏറ്റുമുട്ടാനായിട്ട് വീരന്മാരായ യോദ്ധാക്കള് ഈർഷ്യയുള്ള കോപത്തോടുകൂടി രണ്ട് സേനകൾ ഒന്നിച്ച് യുദ്ധക്കളത്തിലും നേർക്കുനേരെ നിൽക്കുകയാണ്. ഒന്നിച്ചുകൂടിയിരിക്കുന്നു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയാണ്? യശസ് നേടാൻ വേണ്ടിയിട്ട്. രണ്ട് കൂട്ടർ ഏറ്റുമുട്ടാനായിട്ട് നിൽക്കുമ്പോൾ, ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ബലം ഉപയോഗിച്ചിട്ടാണ്. അശ്വിനി കുമാരന്മാര് തന്നെയാണ് അതിൽ പങ്കെടുക്കുന്നത്, ബലം തന്നെയാണ്. അപ്പോഴാണ് നിങ്ങളുടെ രഥം താഴേക്ക് ഇറങ്ങി വരുന്നത്. ഏത് രഥം? സൂര്യന്റെ രഥം. യഥാർത്ഥത്തിൽ സൂര്യൻ തന്നെയാണ് നാട്ടിൽ അടിപിടികളെല്ലാം ഉണ്ടാക്കുന്നതിനും എല്ലാം സൂര്യൻ തന്നെയാണ്. ഗ്രഹങ്ങളാണ് അതിനെല്ലാം കാരണം. ഗ്രഹങ്ങള് ചില സ്ഥലത്ത് വരുമ്പോഴാണ് പരസ്പര യുദ്ധമെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അശ്വിനി കുമാരന്മാരും ബലങ്ങളും സൂര്യനിൽ നിന്നുള്ള ബലങ്ങളും വരും. ഇവരെ മുഴുവൻ ആക്ടിവേറ്റ് ചെയ്യും ഈ ഏറ്റുമുട്ടുന്ന ആൾക്കാരെ.
അതോടുകൂടി സ്തോത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന വീരന്മാർക്ക്, അതായത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം ചെയ്യുന്നവർക്ക് വരണീയമായ ധനം നിങ്ങൾ നൽകുന്നു. സാധാരണ യുദ്ധത്തിൽ പണ്ടുകാലത്തെ ശരീരശക്തിയാണ്, ഇപ്പോഴതല്ല. എന്നാലും സയൻസിലോട്ട് യോഗ അഭ്യാസ മുറയെല്ലാം പഠിക്കണ്ടേ, അതിലും സയൻസ് ഉണ്ടല്ലോ. യുദ്ധം ചെയ്യുന്നതിനോ സയൻസ് ഉണ്ട്, വെറുതെ യുദ്ധം ചെയ്താൽ മതിയോ? അതിനല്ലേ ചിലവര് കുംഫു എല്ലാം പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാത്തിനും സയൻസ് ഉണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ ആയുധങ്ങളെല്ലാം ലേറ്റസ്റ്റ് ആയുധങ്ങളാണ്. അപ്പം സ്തോത്രങ്ങൾ, സയൻസിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം ചെയ്യുന്ന വീരന്മാരായ ആളുകൾക്ക് നിങ്ങൾ ധനം നേടിക്കൊടുക്കുന്നു. അതായത് അവരെ വിജയിപ്പിക്കുന്നു. യുദ്ധക്കളത്തിലും എല്ലാം ബലം തന്നെയാണ് പ്രയോഗിക്കുന്നത്. അശ്വിനി കുമാരന്മാരാണ് അവിടെ യുദ്ധം നടത്തുന്നത്. അതിൽ ഗ്രഹങ്ങൾക്കും പങ്കുണ്ട്. ഇനി 4. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 119 4. യുവം ഭുജ്യം ഭുരമാണം വിഭർഗതം സ്വയുക്തിഭിർ നിവഹന്ത പിതൃഭ്യ ആ യാസിഷ്ടം വർത്തിർവൃഷണാ വിജേന്യം ദിവോ ദാസായ മഹിചേതി വാമവ. അശ്വിനികൾ സമുദ്രത്തിലെ തിരമാലകളിൽ അമർന്ന് നഷ്ടപ്രായരായ ഭുജ്യനെ സ്വയം പൂട്ടപ്പെട്ട അശ്വങ്ങൾ വഴി കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ പ്രവേശിപ്പിച്ചു. ദിവോദാസന് അവർ ചെയ്ത സഹായം വളരെ പ്രസിദ്ധമാണ്. ഇപ്പോ പണ്ട് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. സമുദ്രത്തിലെ തിരമാലകളിൽ അകപ്പെട്ട ഭുജ്യനെ നിങ്ങൾ അശ്വങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. ഇതിനെ 2 തരത്തിലെടുക്കാം. ഒരു കടലിൽ അകപ്പെട്ടിട്ടുണ്ട്, ഒരാൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിമാനത്തിൽ പോയിട്ട് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നെല്ലാം ബലം പ്രയോഗിച്ചിട്ട് തന്നെയാണ്. ഹെലികോപ്റ്ററിൽ പോയിട്ട് സാധനം ഇട്ട് കൊടുത്തിട്ട് പിടിച്ചു വലിച്ചിട്ട് പൊന്തിച്ചെടുക്കുന്നതെല്ലാം ബലം പ്രയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഗ്രഹങ്ങളാണ്. ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ ഗ്രഹങ്ങളിൽ നിന്നുള്ള ബലങ്ങളാണ് അത് ജ്യോതിഷപരമായിട്ട് അവരെ രക്ഷിച്ച് കൊണ്ടുവരുന്നത്. അതുപോലെ ദിവോദാസന് നിങ്ങൾ പല സഹായങ്ങളും ചെയ്തു കൊണ്ടെടുത്തിട്ടുണ്ട്. പല കഥകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതായിട്ട് ആ കഥകൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അത് വരുന്നിടത്ത് പറയാം. അങ്ങനെ നിങ്ങൾ പ്രസിദ്ധമായി തീർന്നു. അതായത് അദ്ദേഹത്തിൻ്റെ നമ്മളെല്ലാം ഒരു ആപത്തിൽ പെടുമ്പോൾ ആ സമയത്ത് ഏതോ ശക്തിയാണ് നമ്മളെ രക്ഷിക്കുന്നത്. രക്ഷപ്പെടാൻ അർഹതയുണ്ടെങ്കിൽ, നമ്മൾ രക്ഷപ്പെടേണ്ടവരാണെങ്കിൽ എന്തെങ്കിലും അവിടെ വരും നമ്മളെ രക്ഷിക്കാനായിട്ട്. അതെല്ലാം ഈ അശ്വിനി കുമാരന്മാർ ഗോളങ്ങളിലെ ആകർഷണ ബലമാണ് നമുക്ക് സഹായകരമായിട്ട് ആ സമയത്ത് വരുന്നത്. ഇനി 5. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 119 5. യുവോരശ്വിനാവപുഷേ യുവായുജം രഥം വാണീ യേമതുരസ്യം ശർഥ്യം ആവാം പതിത്വം സഖ്യായ ജഗ്മുഷി യോഷാവൃണീത ജേന്യാ യുവാം പതി. അശ്വിനികളുടെ മനോഹരങ്ങളായ അശ്വങ്ങൾ സ്വയം പൂട്ടപ്പെട്ട് ശോഭിതമായ രഥത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നു. അപ്പോൾ സൂര്യപുത്രി മൈത്രീഭാവത്തോടുകൂടി ആഗതയായി അശ്വിനികൾ എൻ്റെ പതിയാകുന്നു എന്ന് പറഞ്ഞ് അവരെ ഭരിച്ചു. അശ്വിനി കുമാരന്മാരോട് പറയാണ്, നിങ്ങൾ മനോഹരമായ രഥത്തിലേറിയിട്ട് അശ്വങ്ങളെയെല്ലാം കുതിരകളെ പൂട്ടി, അതായത് ബലമുള്ള രഥത്തിലേറിയിട്ട് ഒരു കുതിര വണ്ടി എന്നെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ രഥം എന്നെല്ലാം പറയുന്നത് ബലം പ്രയോഗിച്ചിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. അപ്പൊ രഥത്തിലേറിയിട്ട് ലക്ഷ്യസ്ഥാനത്ത് വരുമ്പോൾ സൂര്യപുത്രി നിങ്ങളുടെ രഥത്തിൽ കയറി. അവൾ എൻ്റെ പതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വരിച്ചു. സൂര്യപുത്രി എന്ന് പറഞ്ഞാൽ ഉഷസ് ഈ രഥത്തിൽ, കാരണം സൂര്യൻ
സൂര്യന്റെ മുമ്പിലാണ് അതിന്റെ പ്രഭയുള്ളത്, അതാണ് സൂര്യപുത്രി. അതിന്റെ മുമ്പിലാണ് ബലം പ്രയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന അശ്വനി കുമാരന്മാർ, സൂര്യന്റെ രഥത്തെ, അതിൽ മറ്റേ സൂര്യപുത്രിനെ ഇരുത്തിക്കൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന രഥത്തെ കവിഭാവനയിൽ പറയുന്നതായിട്ട്. അപ്പം സൂര്യപുത്രി എന്ത് ചെയ്തു? അദ്ദേഹത്തെ വരനായി സ്വീകരിച്ചു. അതുകൊണ്ടല്ലേ തേരിക്കേരിപ്പോയി. അത് ഒരു കഥരൂപത്തെ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു വിവാഹ സമയത്ത് ഒരു കന്യകയെ പിടിച്ചു വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നത് അശ്വനി കുമാരന്മാരാണ്. ഗ്രഹങ്ങളിൽ നിന്നുള്ള ബലങ്ങളാണ് ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായമാവുമ്പോൾ അവളെ പൊക്കിയെടുത്തിട്ട് ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കുന്നത്. അതായത് ഗ്രഹങ്ങളാണ് ഒരു സ്ത്രീയെ ഭർത്താവിൻ്റെ വീട്ടിലെത്തിക്കുന്നത് എന്ന് ചുരുക്കം. അല്ലാതെ അച്ഛനമ്മമാരും മറ്റും ഒന്നുമല്ല. അത് നേരത്തെ പറഞ്ഞു, നമ്മൾ മായയിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് നമ്മളെ മോളെ പിടിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നത്, കല്യാണം കഴിക്കുന്നവൻ്റെ വീട്ടിൽ. അല്ല, നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ മകൻ്റെ വീട്ടുകാർ വിചാരിക്കുന്ന നമ്മളാണ് പോയിട്ട് അവളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇതൊന്നും അല്ല, ഇതാ ശക്തി തന്നെയാണ്. ഏത് സൂര്യൻ്റെ ഗ്രഹങ്ങളുടെ ബലമാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 119 6. യുവം രേഭം പരിഷുതേർ ഉരക്ഷ്യഥോ ഹേമേനവ കർമ്മം പരിതപീതമത്രയേ യുവം ശയോരവസം പിപ്യധുർഗവി പ്രദീർഘേണ വന്ദനസ്താര്യായുഷ. അശ്വിനികൾ രേഭനെ രക്ഷിച്ചു. അത്രയ്ക്ക് വേണ്ടി അഗ്നിയെ ശീതള ജലത്താൽ ശാന്തമാക്കി, ശൈവിൻ്റെ ഗോവിനെ കറവയുള്ളതാക്കി, വന്ദനന് ദീർഘായുസ് നൽകി. ഇതിൽ പറയുന്നത് നിങ്ങൾ രേഭനെ രക്ഷിച്ചു. അത് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അത്രി മഹർഷിക്ക് ശീതള ജലത്താൽ ശാന്തമാക്കിയെന്ന്. അത്രി മഹർഷിയാണ് അഗ്നി കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസ രൂപത്തിൽ പറയുകയാണ്. അഗ്നി കണ്ടുപിടിച്ചുകൊണ്ട് അങ്ങേരാകെ ചൂടടിച്ച് കിടക്കുകയാണ്. അപ്പം അശ്വിനി കുമാരന്മാരാണ് അദ്ദേഹത്തെ തണുപ്പിച്ചത്, ശീതള ജലത്താൽ ശാന്തമാക്കിയത്. ശശുവിൻ്റെ ഗോവിനെ കറവിയുള്ളതാക്കി. പശുവിനെ കറപ്പിക്കുന്നതും അശ്വിനി കുമാരന്മാരാണ്. ഗ്രഹങ്ങളാണ്. ഇപ്പം മനുഷ്യർ തന്നെയാണെങ്കിലും കല്യാണം കഴിച്ചിട്ട് എപ്പോഴാണ് കുട്ടികൾ ഉണ്ടാവുക എന്നെല്ലാം ജ്യോത്സ്യൻ്റെ അടുത്ത് വന്ന് ചോദിക്കും. ഗ്രഹങ്ങൾ ഒരു പ്രത്യേക സമയത്ത് വരുമ്പോഴാണ് കുട്ടികൾ ഉണ്ടാകുന്നതും പാല് കറക്കുന്നതുമല്ല. ഇത് പശുക്കൾക്കും ബാധകമാണ്. അപ്പം പശുക്കളുടെ അകിട് നിറക്കുന്നതും എല്ലാം ഗ്രഹങ്ങളുടെ ബലങ്ങൾ തന്നെയാണ്. അശ്വിനി കുമാരന്മാർ തന്നെയാണ്. വന്ദനന് ദീർഘായുസ്, ഒരാളുടെ ആയുസ്സും എല്ലാം തീരുമാനിക്കുന്നത് ഗ്രഹങ്ങളുടെ ബലങ്ങൾ തന്നെ ആണ്. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 119 7. യുവം വന്ദനം നിർയതം ജരണ്യായ രഥം ന ദസ്രാകരണാസമിന്വഥ ക്ഷേത്രാദാ വിപ്രം ജനതോ വിപന്വയ പ്രവാമത്ര വിധതേ ദംസനാഭുവത്. അശ്വിനികൾ സ്വന്തം കൗശലത്താൽ വന്ദനൻ്റെ ജീർണ ശരീരത്തെ രഥത്തെ എന്ന പോലെ ശരിയാക്കി. സ്തുതികളാൽ പ്രസന്നരായ അവർ ഗർഭസ്ഥരായ ശിശുവിനെ പോലും ജ്ഞാനികളാക്കുന്നു. അവരുടെ കർമ്മങ്ങൾ യജമാനനെ രക്ഷിക്കട്ടെ. ഇതിൽ പറയുകയാണ്, അശ്വിനി കുമാരന്മാർ അവരുടെ കൗശലത്താല് വന്ദനന്റെ ജീർണിച്ച ശരീരത്തെ, രോഗം പിടിച്ച് ക്ഷീണിച്ച ശരീരത്തെ എന്താക്കി? രഥത്തെ എന്ന പോലെ ശരിയാക്കി. ഒരു രഥം കേടായി കഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കുമല്ലോ, ബലം ഉപയോഗിച്ചിട്ട് തന്നെയല്ലാണ് ശരിയാക്കുക. അതുപോലെ തന്നെ വന്ദനന്റെ ജീർണിച്ച ശരീരത്തെ, ഒരാൾ രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ശരിയാക്കിയെടുക്കുന്ന ആര് തന്നെയാണ്? ഗ്രഹങ്ങൾ തന്നെയാണ്.
ബലം തന്നെയാണ്. നമുക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് യോജിക്കാൻ ഏകദേശം ഒരു സമയം വേണം. ഡോക്ടർ പറയും 5 ദിവസം വേണം, ഇല്ലെങ്കിൽ ഒരു 3 മാസം ഇതേമാതിരി ഇതിട്ട് വെക്കണം. കെട്ടിവിടുന്ന കണ്ടിട്ടില്ലേ? അപ്പം ഡോക്ടർ പറയും ഒരു 3 മാസം കഴിഞ്ഞാലേ ഇത് നേരെയാവുള്ളൂ, അല്ലെങ്കിൽ യോജിക്കുള്ളൂ. എന്തായാലും 3 മാസത്തിൻ്റെ കണക്ക്. കുറേ ഭക്ഷണം തിന്നാൽ പെട്ടെന്ന് അങ്ങ് യോജിച്ചു. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഗ്രഹങ്ങൾ ചുറ്റുന്നതനുസരിച്ച് ഒരു പ്രത്യേക ഡിഗ്രിയിലേക്ക് അത്രയും സമയമെടുക്കും ശരീരത്തിൽ. അതിനനുസരിച്ചാണ് ശരീരം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. രാവിലെ തിന്നുന്ന ഭക്ഷണം ഉച്ചയാകുമ്പം ദഹിക്കും, ഉച്ചക്ക് തിന്നുന്നത് രാത്രിയാകുമ്പം വൈകുന്നേരം ആകുമ്പം ദഹിക്കും, വൈകുന്നേരം തിന്നുന്നത് രാവിലെ ആകുമ്പം ശരിയായി വരും. ഇതെല്ലാം ഒരു പ്ലാനായിട്ട് വെച്ചിരിക്കുക. അതിനനുസരിച്ചാ അതെല്ലാം ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സമയമായിട്ട്. അപ്പോൾ അതെല്ലാം ഗ്രഹങ്ങളിൽ നിന്നുള്ള ബലം അനുസരിച്ചാണ്. അതിനാണ് അശ്വിനി കുമാരന്മാരാണ് ഇതെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെന്ത്, ഗർഭസ്ഥമായ ശിശുവിൻ്റെ ജ്ഞാനം നിറക്കുന്നതും അശ്വിനി കുമാരന്മാർ. ഒരു കുട്ടിയിൽ ജ്ഞാനം നിറയുന്നത് എപ്പോഴാണ്? അശ്വിനി കുമാരന്മാരാണ് ജ്ഞാനം നിറക്കുന്നത്. കുട്ടിയിലെ ജനിക്കുമ്പോൾ തന്നെ കുട്ടിയിലെ ജ്ഞാനം നിറച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇതിൽ അതിൻ്റെ ജനിതക ഘടനയിൽ വലിയൊരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ എങ്ങനെ വളരണം, നിനക്ക് എത്ര മുടി വേണം, നിനക്കെന്ത് നിറം വേണം, നിന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കണം എന്നല്ല അതിൻ്റെ അകത്ത് ജനിക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആര്? ഗ്രഹങ്ങൾ. എന്തിനു വേണ്ടി? ഇവന് എന്തിനു വേണ്ടിയാണോ ജനിപ്പിച്ചത് അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ആ പ്രോഗ്രാമിൽ, ജനിതക ഘടനയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആര്? കാലമാകുന്ന ആ ഗ്രഹങ്ങളുടെ ശക്തികൾ, അതായത് അശ്വിനി കുമാരന്മാർ. നിങ്ങളുടെ കർമ്മങ്ങളാണ് യജമാനനെ രക്ഷിക്കുന്നത്. ആര് രക്ഷപ്പെടുന്നതും അവരുടെ കർമ്മത്താലാണ്. അതുകൊണ്ടാണ് ജ്യോത്സ്യരെടുത്ത് പോയിട്ട് പറയുന്നത്, ഞാനൊരു ബിസിനസ് തുടങ്ങുന്നതിന് ഇപ്പം ഭയങ്കര കഷ്ടത്തിലാണ്, എപ്പോഴാണ് ഞാൻ രക്ഷപ്പെടുക എന്ന്. അതല്ല, അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 119 8. അഗച്ഛതം കൃപമാണം വരാവതി പിതു സ്വസ്യ ത്യജസാ നിബാധിതം സർവദീരിത ഊതിർ ഉവോറഹ ചിത്രാ അഭിഭേ അഭവൻ അഭിഷ്ഠയാം. ദൂരദേശത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പുജ്ജുവിൻ്റെ അടുക്കൽ അശ്വിനികൾ പോയി. അവരുടെ ദിവ്യരക്ഷകൾ അവിടെ ആശ്ചര്യമായി പ്രവർത്തിച്ചു. അശ്വിനികളോട് പറയാണ്, ദൂരദേശത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ഭുജുവിൻ്റെ അടുക്കൽ നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തെ രക്ഷിച്ചു. അത് ആശ്ചര്യകരമായ പ്രവൃത്തിയാണ്. അതായത് ഇപ്പം ഗൾഫിലെല്ലാം നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാനാണ്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെല്ലാം അവിടെ ചെയ്യുന്ന ആരാണ്? നമ്മളെ മക്കളെ അങ്ങ് പറഞ്ഞു വിടിയാണ് ഗൾഫിലേക്ക്. അതെല്ലാം ആ ഗ്രഹങ്ങളാണ് അവിടെ വേണ്ട ആൾക്കാരെയെല്ലാം ഇൻവോൾവ് ആക്കിയിട്ട് അവനെ രക്ഷിക്കുന്നത്. നമ്മളെ അടുത്തുനിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഗ്രഹങ്ങൾ തന്നെയാണ്. ജ്യോത്സ്യരടുത്ത് വന്ന് ചോദിക്കും, ജ്യോത്സ്യരി ഇവൻ ഗൾഫിൽ പോകുമെന്ന്. പോകും. അവിടെ പോയി എന്തോ സംഭവിക്കാം, ഒരു ചെറിയ ആക്സിഡൻറ്റിന് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ രക്ഷിക്കാൻ പോകാൻ പറ്റും? ഇതെല്ലാം ആരാ ചെയ്യുന്നത്? ഇതെല്ലാം നോക്കി നടക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിവിശേഷമുണ്ട്. അത് ഗ്രഹങ്ങളുടെ ചലനവും അനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ ഭരണം തന്നെയാണ് ദൂരദേശത്ത് കിടക്കുന്ന കരഞ്ഞുകൊണ്ടിരുന്ന അവനെ രക്ഷിച്ചത്. അതെല്ലാം മഹത്വകരമായ കർമ്മങ്ങൾ തന്നെയാണ്. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 119 9. ഉദസ്വാവാ മധുമന്മക്ഷികാരാവൻ മദേ സോമസ്യൗ ശിജോഹു വന്വതി യുവം ദീജോ മന ആ വിവേസാധോ ധശിര പ്രതിവാം സ്വയം വദത്. ആ തേനീച്ചകൾ മധുരപലകാരത്താൽ അശ്വിനികളെ സ്തുതിച്ചു. കക്ഷിവാൻ സോമത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടി അവരെ വിളിച്ചു. അവർ ദധ്യൻ്റെ മനസ്സിനെ ആകർഷിച്ച് അവൻ്റെ മേൽ വച്ചിരുന്ന
കുതിരത്തലയിൽ നിന്നും മധുവിദ്യ അഭ്യസിച്ചു. ഇവിടെ കക്ഷീവൻ സോമത്തെ വിളിക്കുന്ന ഒരു തരത്തിൽ ഒരു തേനീച്ചയുടെ കൂടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്. കക്ഷീവൻ എന്ന് പറഞ്ഞാൽ ഈ ഋഷി എഴുതിയ, ഈ വേദങ്ങൾ എഴുതിയ, ഈ മന്ത്രങ്ങളെല്ലാം എഴുതിയ കക്ഷിയാണ് കക്ഷീവൻ, ഋഷിയാണ്. അദ്ദേഹം സോമം എടുത്തുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നു. എങ്ങനെയാണ്? തേനീച്ചകൾ മധുര പലഹാരങ്ങളാൽ നിങ്ങളെ സ്തുതിച്ചു. തേനീച്ച മധുര പലഹാരങ്ങളാൽ നിങ്ങളെ സ്തുതിച്ചു എന്ന് പറഞ്ഞാൽ തേന് തന്നെയാണ്, തേൻ വിദ്യ. എന്നിട്ട് എന്ത് പറയുന്നു? മധുവിദ്യയാൽ നിങ്ങൾ അഭ്യസിപ്പിച്ചു എന്ന് പറയുകയാണ്. മധുവിദ്യ നിങ്ങളെ അഭ്യസിച്ചു. നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്തു? കുതിരത്തലയുമായി വന്നിട്ട് മധുവിദ്യ അഭ്യസിച്ചു. കുതിരത്തലയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ കുതിരയുടെ തകല ഇങ്ങനെയാണ്. ഒരു ബലത്തെ നമ്മൾ സയൻസിൽ എപ്പോഴും മാർക്ക് ചെയ്യും ഇങ്ങനെയാണ്. ഒരു വരയും, കുതിരയുടെ കഴുത്തുമാരി ഒരു വരയും, ഒരു തല, ഒരു ഹെയറോ മാർക്ക്. ഇതാണ് കുതിരത്തല. ഇത് ഉപയോഗിച്ചിട്ട് മധുവിദ്യ അഭ്യസിച്ചു എന്ന് പറയുകയാണ്. നിങ്ങൾ ദധ്യന്റെ മനസ്സിനെ ആകർഷിച്ചു അവന്റെ മേൽ വെച്ചിരുന്ന കുതിരത്തലയിൽ നിന്നും. ദധ്യന്റെ എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ, ദധ്യന്റെ മേൽ വെച്ചിരുന്ന കുതിരത്തല, അതാണ് ഫോഴ്സ് എന്നതുകൊണ്ട്. ഒരു ഫോഴ്സ് എഞ്ചിനീയറിംഗിലും സയൻസിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. അത് വിത്ത് മധുവിദ്യ അഭ്യസിച്ചു. മധുവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുവിദ്യ എന്താണ്? മധു, തേന്. തേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തേനീച്ച പല ഭാഗത്തുനിന്നും തേന് സംഭരിച്ചിട്ട് അവിടെ കൊണ്ടുവരും. തേനീച്ച ബലം പ്രയോഗിച്ച് പലയിടത്തുനിന്നും തേന് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചു വെക്കും. പല ബലങ്ങളും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കും, ആ ബിന്ദു. എന്നിട്ട് അതിൻ്റെ നെറ്റ് ഫോഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാം ബലങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ഒരൊറ്റ ബലമായിട്ട് പുറത്തേക്ക് കാണിക്കും. ഇതാണ് മധുവിദ്യ. തേനീച്ചക്കൂട്. തേനീച്ചക്കൂട്ടിൽ എല്ലായിടത്തുനിന്നും തേന് കൊണ്ടുവരും. കുറേ ബലങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ശേഖരിച്ചു വെക്കും. അവസാനം നമ്മൾ അതിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും ഒറ്റ ബലം ഉപയോഗിച്ചിട്ട്. അതായത് ഇങ്ങനെ കുറേ ഫലങ്ങൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ അതിനെ പുറത്തേക്ക് നമ്മൾ ഒരു ബലം ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ എല്ലാം തുല്യമായ ഒരു ഇക്വാലന്റ് ബലം ഇങ്ങനെ ഫിസിക്സിലൂടെ നമുക്ക്, ഇത് കുറേ ബലങ്ങൾ തേനീച്ചകൾ കൊണ്ടുപോയി ഒരു തേനീച്ചക്കൂട്ടിൽ സംഭരിച്ചു വെക്കുന്നു. പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു എങ്ങനെ? വേറൊരു ബലം ഉപയോഗിച്ച്, ശക്തി ഉപയോഗിച്ചിട്ട്. ഇതാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഇതിൻ്റെ എല്ലാം കൂടിയ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് ഇത്. ഈ നിയമത്തെയാണ് ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് എന്ന് ഫിസിക്സിൽ പറയും, എഞ്ചിനീയറിങ്ങിലും. അതാണ് ഈ മധുവിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തേനീച്ചക്കൂട്ടിലെ തേനീച്ച കുറേ ഇടത്തുനിന്ന് തേന് കൊണ്ടുവന്ന് ഒരുത്ത് സംഭവിച്ചാൽ അതിൻ്റെ എല്ലാം ഇക്വാലൻ്റ് ആയ ഒരു ബലം ഉപയോഗിച്ചിട്ട് മനുഷ്യരെ ഇതിനകത്തുനിന്ന് എടുത്തു കൊണ്ടുപോകുന്നു. ഇനി കുതിരത്തലയിൽ നിന്നും മധുവിദ്യ അഭ്യസിച്ചു. കുതിരത്തല എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അനലൈസ് ചെയ്യുക ഫിസിക്സിൽ. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 119 10. യുവം പേദവേ പുരുവാരം അശ്വിനാ സ്പൃധാം ശേദം തരുതാരം ദുവസ്യത ശമ്യൈരഭിദ്യുതം പൃഥനാസു ദുഷ്ടരം ചകൃത്വം ഇന്ദ്രമിവ ചർഷണീസഹം. അശ്വിനികൾ പേതുവിന് വേണ്ടി സംഗ്രാമത്തിൽ വിജയിക്കുന്നതും സാമർഥ്യമേറിയതും വളരെ പേരാൽ അഭിലഷിക്കത്തക്കതും ശത്രുക്കളെ വശീകരിക്കുന്നതിൽ ഇന്ദ്രന് തുല്യം ശ്വേതവർണ്ണത്തോടു കൂടിയതുമായ അശ്വത്തെ പ്രദാനം ചെയ്തു. ഇവിടെ അതിൻ്റെ തന്നെ വേറൊരു റിസൾട്ടന്റ് ഫോഴ്സിനെ പറ്റി തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പേതുവിന് വേണ്ടി ഒരു കഥയിലുള്ള കഥാപാത്രമായിട്ട് ബന്ധിപ്പിച്ച് പറയുന്നതാണ്. സംഗ്രാമത്തിൽ വിജയിക്കുന്നതും
വിജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുറേ ബലങ്ങൾ ആക്ട് ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. കാരണം ഒരാൾ ഒരു ബോളുമ്മൽ ഒരു സാധനത്തുമ്മൽ പല ബലം പ്രയോഗിച്ചാൽ അത് എങ്ങോട്ടേക്ക് നീങ്ങുമെന്ന് കണക്കാക്കണ്ടെങ്കിൽ എല്ലാ ബലങ്ങളും ഇങ്ങനെ എടുത്താൽ വളരെ പാടാണ്. പക്ഷേ ഇതേപോലെ തന്നെ തിയറി ഓഫ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്ന ആ തത്വപ്രകാരം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതാണ് മധുവിദ്യ എന്ന് പറയുന്നത്. അതാണ് വിജയിക്കുന്നതും സാമർഥ്യമേറിയതും. അത് കണക്കൂട്ടുന്ന സാമർഥ്യം തന്നെയാണ്. പല ബലങ്ങൾ ഒന്നിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ അതിന് ഇക്വാലൻ്റായ ഒരു ബലം ഉണ്ടാവുക. ഒരു മേശപ്പുറത്ത് പല സാധനങ്ങൾ കയറ്റി വെക്കുകയാണെങ്കിൽ ഒരു മേശപ്പുറത്ത് ഇപ്പം കുറേ സാധനങ്ങൾ കയറ്റി വെക്കണം. അപ്പോൾ ആ മേശയ്ക്ക് എത്ര ശക്തിയുള്ള കാല് വേണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളുടെ ബലങ്ങളും എടുത്തിട്ട് അതിനെ കൂട്ടിച്ചേർത്തിട്ട് ആകെ എത്ര ബലം താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിനുള്ള ശക്തിയുള്ള കാല് വേണം വെക്കാൻ. അത് റിസൾട്ടൻ്റ് ആണ്, റിസൾട്ടൻ്റ് ഓഫ് ഓൾ ദി ഫോഴ്സസ്. അപ്പോൾ വളരെ പേരാൽ അഭിലഷിക്കുന്നതും ശത്രുവിനെ വശീകരിക്കുന്നതിൽ ഇന്ദ്രന് തുല്യം ശ്വേതവർണ്ണത്തോടു കൂടിയതുമായ അശ്വത്തെ പ്രദാനം ചെയ്തു. അങ്ങനെ കുറെ ബലങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തേനീച്ചയിൽ പല ബലങ്ങൾ ആക്ട് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്തു? ഇന്ദ്രനെ പോലെ, ഇന്ദ്രനാണ് എല്ലാ യജ്ഞത്തിലും അതിനെ ഏകോപിപ്പിച്ചിട്ട് കർമ്മം ചെയ്യുന്നത് പോലെ നമ്മളെ സഹായിക്കുന്നു. ആര്? ഈ തിയറി, മധുവിദ്യ. അതിലൂടെ എന്തു ചെയ്യുന്നു? ശ്വേതവർണ്ണത്തോടു കൂടിയതുമായ അശ്വത്തെ പ്രദാനം ചെയ്തു. ഒരൊറ്റ ബലമായിട്ട് നിങ്ങൾ അതിനെ മാറ്റിയെടുത്ത് നമുക്ക് തരുന്നു. അനേകം ബലങ്ങൾ ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുമ്പോൾ അതിനെ ഒരൊറ്റ ബലമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഒരു മേശപ്പുറത്തല്ല, ഒരു മേശേൻ്റെ കാലെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഒരു മേശേൻ്റെ വലിയൊരു മേശയുണ്ടെന്ന് വെച്ചോളൂ. അതിൻ്റെ അകത്ത് ഒന്നിൽ ആനേനൊക്കെ, അതിൻ്റെ ഒരു മൂലക്ക് ആനേനെ ഇരുത്തണം, ഒരു മൂലക്ക് കുതിരേനെ ഇരുത്തണം, ഒരു മൂലക്ക് പശുവിനെ ഇരിക്കണം. ഇങ്ങനെ കുറേ എണ്ണം ഇരുത്തുന്ന ഒരു വലിയ മേശ സങ്കല്പിക്കും. അതിൻ്റെ കാലിന് എത്ര ബലം വേണമെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ആനേൻ്റെ ഭാരം എത്രയാണെന്ന് നോക്കും, കുതിരേൻ്റെ ഭാരം എത്രയാണെന്ന് നോക്കും. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂട്ടിയെടുത്തിട്ട് അത്രയും ബലമാണ് താഴത്തോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യേണ്ടിക്ക് അത്ര ബലം വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കാലയിന് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഇതെല്ലാം കൂട്ടിയെടുത്തിട്ട്. അല്ലാതെ അപ്പം അത് എങ്ങനെയാണ് കൂട്ടിയെടുക്കുന്ന? ചില ബലങ്ങൾ ചിലപ്പോൾ ചെരിഞ്ഞിട്ടെല്ലാം ആക്ട് ചെയ്യും. എല്ലാം നേർക്കായതുകൊണ്ട് നേരെ കൂട്ടിയാൽ മതി. ഇങ്ങനെ ചെരിഞ്ഞെല്ലാം തള്ളുന്നതാണെങ്കിലോ അപ്പോൾ എന്ത് വേണം? അതിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും എല്ലായിട്ട് മാറ്റിയിട്ട് കൂട്ടിയിട്ട് റിസൾട്ടൻ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്ന ആ ചെരിച്ചെടുക്കണം. അല്ലെങ്കിൽ മേശേൻ്റെ മേലെയാണെങ്കിൽ നേരെ കാല് വെച്ചാൽ മതി. പല ഭാഗത്തുനിന്ന് ആംഗിളിൽ തള്ളിയാണെങ്കിൽ ചിലപ്പം കാല് ചെരിച്ചു വെക്കേണ്ടി വരും. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് മധുവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ്. ഫിസിക്സും ഇതുവരെ കെമിസ്ട്രി ആയിരുന്നു, ഇപ്പം ഫിസിക്സും എൻജിനീയറിംഗും എല്ലായിട്ട് വന്ന വിഷയമാണ്. അതുകൊണ്ട് അതിന് തുല്യ യോഗ്യനായ ഒരു പശുവിനെ ദാനം ചെയ്തു. ഇനി നമ്മൾ അടുത്ത സൂക്തമാണ്, അത് അടുത്ത ക്ലാസ്സിൽ.